നമസ്കാരം, ഞാൻ ശ്രീകുട്ടനാണ്. ഞാനിന്ന് എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബഡ്ജറ്റിന് പറ്റിയ ഒരു സ്ഥലം ഞാനിങ്ങനെ നോക്കി നടന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ അടുത്ത് തന്നെ ഒരു പാലസ് ഉണ്ട്, കൃഷ്ണപുരം പാലസ്. അപ്പോൾ അവിടെ വന്ന് ഞാനൊരു വ്ലോഗ് ചെയ്യാമെന്നറിയും. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ ഞാനിങ്ങനെ അധികം ഒന്നും വ്ലോഗൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഈ വ്ലോഗിലോട്ട് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റെ അടുത്തുള്ള ഒരു കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് എൻ്റെ വ്ലോഗ് തുടങ്ങാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ അത് പ്രകാരം ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ എൻട്രൻസിന് ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് നമ്മൾ പറയുമ്പോൾ എന്തായാലും എൻ്റെ ചാനലിൻ്റെ പേര് ഹെവൻ ഓഫ് കുട്ടേട്ടൻ എന്നാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ വീഡിയോ വ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഒരാൾക്ക്, മൊബൈൽ വീഡിയോ ക്യാമറയ്ക്ക്. അപ്പോൾ പിന്നെ അല്ലാതെ എൻട്രൻസ് ഫീസ് 35 രൂപ വെച്ച് കൊടുക്കണം, ഒരാൾ 35 വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വ്ലോഗുമായിട്ട് നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ശരി. ഇതാണ് കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പാലസിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കൃഷ്ണപുരം കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഒരു ചേച്ചിയൊക്കെ ഇപ്പോൾ ഉണ്ട്. കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയം. അപ്പോൾ ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പ്രവേശന സമയം എന്ന് പറയുന്നത് 9 PM തൊട്ട് 1 PM വരെയാണ്. എൻട്രി ടൈം 2 PM തൊട്ട് 4 PM വരെ. ഇടവേള ബ്രേക്ക് 1 PM തൊട്ട് 2 PM വരെ. തിങ്കൾ അവധിയുമാണ്. എന്തായാലും നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറിപ്പോ. കയറി ചെല്ലുമ്പോൾ തന്നെ കൊട്ടാരത്തിന് ഫ്രണ്ടിൽ ഒരു നല്ല നമ്മുടെ കൃഷ്ണപുരം പത്മനാഭപുരം പാലസ് പോലത്തെ ഒരു രീതിയാണ്. നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് ഇവിടെ. കാണുമ്പോൾ തന്നെ നമുക്കൊരു വളരെ സന്തോഷം തോന്നുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. കൊട്ടാരത്തിൻ്റെ ഒരു എൻട്രൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. എന്നിട്ടാണ് കൈ ഹോൾഡ് ചെയ്ത് ആ കൈ വേണമെന്നില്ല വിട്ടോ, വിട്ടോ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് ഫിറ്റിലേക്ക് ചേർക്കുന്നത്. ഫിറ്റിലേക്ക് ചേർത്തത് അത് നല്ല ഫ്രണ്ടിലേക്ക് ഇത് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസിൽ ഫസ്റ്റ് ഒരാളുടെ പേരും ഫോൺ നമ്പർ ഇവിടെ നമ്മുടെ പേരും ഫോൺ നമ്പരും കൊടുക്കണ്ടായിട്ട് എടുക്കുക. ഞാൻ കേട്ടെ. ഫ്രണ്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു കൊട്ടാരത്തിലെ രാജാവിൻ്റെ വാളൊക്കെ കാണുന്നതായിരിക്കും. ഇത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഉടവാളെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉടവാളൊക്കെ കാണുന്നത്. ഇത് അടുത്തൊരു റൂമാണ്. ഈ റൂമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും കുറേ വിഗ്രഹങ്ങളുണ്ട്. വിഷ്ണു, വരദരാജ, ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേ വിഗ്രഹങ്ങളുടെ രൂപങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണാടി പ്രഭ, അതുപോലെ തന്നെ വരുണയുടെ വിഗ്രഹം, അതുപോലെ തന്നെ ശിവൻ. ഇത് വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ്. ഇതൊരു കർപ്പൂരം തട്ടമാണ് പഴയ കാലത്തേക്കാൾ. ഇതൊരു പീഠത്തിൻ്റെ ഫ്രെയിമും അതുപോലെ ഒരു പൂജാമണി, പഴയ കാലത്തൊരു പൂജാമണിയൊക്കെയാണ്. ഇത് വേണുഗോപാലൻ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേണുഗോപാലൻ കൃഷ്ണൻ്റെ ഒരു പ്രതിമയാണ്. ഇതൊരു പൂജാമണിയാണ്. അതിൻ്റെ താഴെ ഒരു ലക്ഷ്മി നാരായണൻ വിഗ്രഹങ്ങളുണ്ട്. ഇത് കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം, ആലപ്പുഴ ജില്ല പ്രാചീന തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ 1729-58 കാലത്ത് പണിതീർത്ത ഈ കൊട്ടാരം രാമൻ തിളവയുടെ മേൽനോട്ടത്തിൽ കായംകുളം രാജാവിൻ്റെ അല്ലെങ്കിൽ ഓടനാട് രാജവംശം കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തിയ ശേഷം ചെറിയ തോതിൽ പണിയെടുപ്പിച്ച കൊട്ടാരമാണ്.
പിൽക്കാലത്ത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള പുതുക്കി പണിയുകയുണ്ടായി. ഈ 16 കെട്ട് കേരള വാസ്തുവിദ്യാ ശൈലി പണികഴിപ്പിച്ചിട്ടുള്ളൊരു സൗധമാണ്. തിരുവിതാംകൂറിന്റെ ആസ്ഥാനം വരുന്ന പത്മപുരം കൊട്ടാരത്തിന്റെ ഒരു ഹ്രസ്വരൂപം കൂടിയാണ്. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം ഈ കൊട്ടാരത്തിലെ ശ്രദ്ധേയമായ ഒന്നാണ്. കേരളത്തിൽ കണ്ടുള്ള ഏറ്റവും വലിയ ഒറ്റപ്പാലം ചുവർ ചിത്രമാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ഉമ്മട്ട്. ഇവിടെയും കുറേ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളുണ്ട്. ബുദ്ധൻ, അതുപോലെ തന്നെ ഒരു വേലൊക്കെ ഉണ്ട്, ശൂലം, അതുപോലെ വിഷ്ണുവിൻ്റെ വിഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്തൻ്റെ വിഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്, ഭക്തൻ. അതുപോലെ തന്നെ അതും ഒരു ഭക്തൻ്റെയാണ്. ഇത് ഒരു തിരുവിളക്ക്, അതുപോലെ ചിലമ്പ്, സ്പൂൺ, ശംഖ്, തൃശ്ശൂർ ജില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചെങ്ങല എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് ഞാനിതൊരു കണ്ടിട്ടില്ല, ചെങ്ങല എന്താണ്, ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ചെങ്ങല എന്ന്. ഇതൊരു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. യോഗി. അതുപോലെ തന്നെ നന്ദി, ഇടുക്കി ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന സ്ഥലത്ത് നന്ദി കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ കുറേ പാറ, അങ്ങനെ കുറേ സ്ഥലമുണ്ട്. പാറയൊക്കെ പോലത്തെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളുണ്ട്. ഇതിന് പ്രാചീന തൂക്കുകെട്ടികളാണ്. റാത്തൽ, തോല എന്നൊക്കെ പറയുന്ന ഒരു തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നവയാണ് ഇതൊക്കെ. പ്രാചീന അളവ് പാത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മൺപാത്രങ്ങളാണ്. അതുപോലെ ഒരു പുരുഷൻ്റെ തല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രങ്ങളുടെ പോത്തിൻ്റെ, അതുപോലെ പുരുഷ പ്രതിമ, കളിപ്പാട്ട വസ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പീസ് ഓഫ് മൺപാത്ര കഷ്ണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി കയറി ചെല്ലുന്ന ഒരു നടുമുറ്റത്തേക്കാണ്. ഇതൊരു ഗസ്റ്റ് ഹൗസായിട്ടുള്ളൊരു പാലസാണ് ഇത്. കാരണം ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു പാലസാണ്. നമ്മൾ നടക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു നടുമുറ്റം, ചെറിയൊരു നടുമുറ്റം ഇവിടെ കാണാം. ഈ നടുമുറ്റത്ത് നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ നിന്ന് രാജകൊട്ടാരത്തിൻ്റെ ഈ അവസ്ഥ, ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാം. നടുമുറ്റങ്ങളും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിൻ്റെ ഈ മേച്ചിമ്പറവും ഒക്കെ നമുക്കിങ്ങനെ കാണാം. നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ മൊത്തം. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇനി നമ്മൾ ചെല്ലുന്നത് പണ്ട് കാലത്ത് ഈ ആളുകളെയൊക്കെ ശവസംസ്കാരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കുറേ സ്ഥലത്തോട്ടാണ്. ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത് ഒരു പ്രദർശന വസ്തുക്കളിൽ തൊട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു വിഗ്രഹമാണ്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത് കുടക്കല്ലെന്ന് പറയും. ആ കുടക്കലിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വെട്ടമടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല നല്ലപോലെ, എന്നാലും നിങ്ങൾ നോക്കും. ഈ കുടക്കല്ലിൻ്റെ അടുത്ത് നല്ല മനോഹരമായിട്ടൊരു കുടക്കല്ലിങ്ങനെ സംസ്കരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊരു നന്നങ്ങാടി എന്ന് പറയും. ഈ നന്നങ്ങാടിയിലാണ് പണ്ട് ആളുകളെയൊക്കെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ നന്നങ്ങാടിക്കകത്തായിരുന്നു ആളുകൾ പണ്ട് ദഹിപ്പിച്ച് മൂടിയൊക്കെ വെച്ച് കുഴിച്ചൊക്കെ ഇട്ടിരുന്നതെന്നാണ്. ആ നന്നങ്ങാടികളാണ് ഇപ്പോൾ കുഴിച്ചെടുത്ത് ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പഴക്കമുണ്ട് ഇതിന് കാണുമ്പോൾ തന്നെ. അടുത്തെന്ന് പറയുന്നത് ഒരു പൊളിഞ്ഞ ഒരു നന്നങ്ങാടിയാണ് നമുക്ക് കാണുന്നത്. ഇതെല്ലാം ഒത്തിരി പഴക്കമുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. തൊട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഒത്തിരി പഴക്കം നമുക്ക് തോന്നുന്നുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയ ഒരു സ്മാരകശിലകളാണ്, കണ്ടോ? ഈ സ്മാരകശില കാണുമ്പോൾ തന്നെ ഇത് കുഴിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കേവിൽ നിന്ന് കുഴിച്ചെടുത്തായിട്ടുള്ളതാണ് ഇത് പറയുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് കുടക്കല്ലുകൾ കാണാനാണ്. അരിയന്നൂർ ദിശയിലെ തൃശ്ശൂർ ജില്ലയിൽ കുടക്കല്ലെന്ന് പറയും. ആ കുടക്കല്ലാണോ ഇത്? കുഴി പോലെയുണ്ട്. അല്ല, കേരളത്തിലെ മഹാശിലായുഗ സ്മാരകങ്ങളാണ് ഇതെല്ലാം. നടുക്കല്ല്, തൊപ്പിക്കല്ലുകൾ, കുടക്കല്ലുകൾ, കൽവൃത്തങ്ങൾ, കല്ലറകൾ, നന്നങ്ങാടികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്, കണ്ടോ? അടുത്ത നമ്മൾ ചെല്ലുന്നത് ഒരു മുനിയറയിലാണ്. മറയൂർ ഇടുക്കി ജില്ലയിലുള്ള മുനിയറ എന്ന് പറയും. ആ മുനിയറയുടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും മുനിയറ കണ്ടോ. അടുത്തത്
അങ്ങനെ എന്തോ ആണ്. എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന്. എന്തായാലും നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. എനിക്ക് എന്തായാലും ഒരുവിധമൊക്കെ മനസ്സിലായിരുന്നു. നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിക്കുമ്പോൾ പണ്ടൊരു രാജാക്കന്മാർ ഇവിടെ താമസിച്ചായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് എത്ര ആഡംബരമായിട്ടാണ് ഇവിടെ താമസിച്ചതെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇവിടെ കയറുമ്പോൾ തന്നെ പ്രത്യേക അനുഭവമാണ്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കൃഷ്ണപുരം പാലസ് എന്ന് പറയുന്നത്. കാരണം കൃഷ്ണപുരം പാലസ് ഇവിടെ നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് പറയുന്നത്. പക്ഷേ ഓടനാട് കായംകുളം രാജ്യത്തിലെ രാജാവായിരുന്ന ഓടനാട് രാജാക്കന്മാർ കീഴിലായിരുന്നു പണ്ട് ഈ കൃഷ്ണപുരം പാലസ്. പക്ഷേ അത് ഇടിച്ചു നികത്തി പിന്നീട് ഇത് എന്താക്കി മാറ്റി? ഇത് കൃഷ്ണപുരം പാലസിൻ്റെ നമ്മുടെ പത്മനാഭപുരം പാലസിൻ്റെ ഒരു മോഡലാക്കി മാറ്റിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് പറയുന്നത്. ഇതൊരു ഗസ്റ്റ് പാലസായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഗസ്റ്റിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്ന ഒരു പാലസായിരിക്കാം ഇത്. അടുത്ത് നമ്മൾ വരുന്നത് ഒരു ശിലയുടെ, ഇത് എന്തോ ഒരു കുഴിച്ചെടുത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്കെന്താണെന്ന് മനസ്സിലായാലും ഒരു വിഗ്രഹമാണിത്. കാരണം ഇതിനകത്ത് കുറേ എന്തൊക്കെയോ ഒരു കൊത്തിവെച്ചിട്ടുണ്ട്. ദേവി വിഗ്രഹമാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്താണ് ഇതിനകത്തൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാനറിയില്ല എന്താണെന്ന്. എന്തായാലും കാണാൻ രസമുണ്ട്. ഇതെന്തോ സംഭവം? ഓ, ഇത് നാഗവിഗ്രഹം. എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ഇത് നാഗവിഗ്രഹമാണ്. ഇത് രണ്ടും. ഇതെവിടെ നിന്ന് കിട്ടിയതാ നാഗവിഗ്രഹം? ചേർത്തല കിട്ടിയതാണ്. ഈ നാഗവിഗ്രഹം കിട്ടിയത് ആലപ്പുഴ, ചേർത്തല അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് കുഴിച്ചപ്പോഴത്തേക്കും കിട്ടിയ നാഗവിഗ്രഹങ്ങളാണ്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. ഇത്രയും വർഷമൊക്കെ ഈ വിഗ്രഹം ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നു. കണ്ടോ? നമ്മളിനി അടുത്ത് വരുന്നത് ഒരു ശിലാശാസനമാണ്. എന്താണ് എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. വട്ടെഴുത്ത്. ഇതൊരു പണ്ടത്തെ മലയാളമാണ്. വട്ടെഴുത്തെന്ന് പറയും. വട്ടെഴുത്ത് ലിപിയാണ്. ഇതെന്ത് വായിക്കാൻ അറിയാവുന്നവർക്ക് വായിക്കാം. എനിക്കറിയില്ല. എന്തായാലും ഞാനിങ്ങനെ നോക്കി, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒരു നടുമുറ്റം, വേറെ ചെറിയൊരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റത്തിലോട്ട് നമുക്കൊന്ന് പോവാം. സ്റ്റെപ്പിറങ്ങി പോകുന്നു. ഉണ്ടോ? ഈ നടുമുറ്റത്ത് നിന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും. എന്തായാലും നടുമുറ്റത്ത് ഞാൻ കയറി ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വലിയ ചുമർ ചിത്രമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചുമർ ചിത്രത്തിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത്. അത് ഇവിടെ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മഹാത്ഭുതമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ചുമർ ചിത്രം. ഗജേന്ദ്ര മോഷൻ എന്ന് പറയും. നമ്മൾ പലതിലും പഠിച്ചിട്ടുണ്ട്. ഗജേന്ദ്ര മോഷൻ ചുമർ ചിത്രമാണ് ഏറ്റവും വലുത്. അതൊരു ഒറ്റ ചുവരിൽ വരച്ചു ചേർത്തൊരു ചുമർ ചിത്രമായിട്ടാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഗജേന്ദ്ര മോഷൻ ചുമർ ചിത്രത്തിലോട്ട് പോവാം. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു വാതിലുണ്ട്, വെള്ളത്തിലിറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത് വെള്ളത്തിലോട്ട് പോകുന്ന വാതിലാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല. അവിടെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുളത്തിലോട്ട് പോകുന്ന വല്ല വാതിലുമായിരിക്കും. അതിൻ്റെ ഇവിടെയും ഒരു ചെറുമുറ്റമുണ്ട്, നടുമുറ്റം. കണ്ടോ? നടുമുറ്റം ഇങ്ങനെ ചെറിയ മുറ്റം ഇങ്ങനെ ഇരിക്കാം. ഈ നടുമുറ്റത്തിൻ്റെ ഇങ്ങനെ ഈ ഇടവിലൂടെ നമുക്കിങ്ങനെ നോക്കാൻ പറ്റും. കണ്ടോ? കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു രസം തോന്നുന്നുണ്ട് ഈ നടുമുറ്റം. കണ്ടോ? എന്തൊരു മനോഹരമായ ദൃശ്യമാണ്. കൊട്ടാരത്തിലെ ഓരോ തടികളും ഒക്കെ ഇപ്പോഴും ഇതുപോലെ തന്നെ നിർത്തിയിരിക്കുന്നത്. എന്ത് ഒരു വാസ്തുശൈലിയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടൊരു രീതി. ഇതാണ് ആ ചുമർ ചിത്രം, ഗജേന്ദ്രമോക്ഷം. ഇത് ഭാഗവത കഥയായിട്ടുള്ള, പുരാണങ്ങളിൽ നിന്നെടുത്തുള്ള ഭാഗവത കഥയായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ ഒറ്റ ചുമർ ചിത്രമായിട്ട് വലുതായിട്ട് കൊത്തിവെച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ പണ്ട് മഹാവിഷ്ണു ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയെ അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തതായിട്ടൊക്കെയുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറി വരുന്നതും അതുപോലെ തന്നെ ആനയെ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയെ മുതല പിടിക്കുന്നതും അതൊക്കെ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്.
ഇത് കാണുമ്പോൾ തന്നെ ഒരു കഥ ആ ഒരു കഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കഥ വായിച്ചിട്ട് വരുന്നവർക്ക് അത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഗജേന്ദ്രൻ കരയുന്നതും അതുപോലെ തന്നെ ആ മുതല പിടിക്കുന്നതും അങ്ങനെ ഈശ്വരനെ ഭജിക്കുമ്പോഴത്തേക്കും വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ആ മുതലേക്ക് ഒന്ന് ശാപമോക്ഷം കൊടുക്കുന്നതായിട്ടുള്ള കഥയാണ് ഇവിടെ കൊത്തിവെച്ചത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിട്ട് പറയുന്നത്. ഇത് പലയിടത്തും പല പരീക്ഷകളിലും പല കാര്യത്തിലുമൊക്കെ ഇത് പറയുന്നുണ്ട്. ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ഈ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഈ ചുമർചിത്രം. ഇത് ഉറപ്പായിട്ടും ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഇതെന്തായാലും നമുക്കെല്ലാം ചരിത്ര വിദ്യാർത്ഥി ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഗജേന്ദ്ര മോക്ഷം. ശ്രീ മഹാഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്ര മോക്ഷം കഥയാണ് തേവരപുരത്തിൽ വരച്ചിരിക്കുന്നത്. ഈ ചുമർ ചിത്രത്തിലെ ഇതിവൃത്തം ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള ചുമർ ചിത്രങ്ങൾ വെച്ച് ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ചുമർ ചിത്രത്തിന് 154 ചതുരശ്രടി വിസ്തീർണമുണ്ട്. തൊട്ടടുത്തുള്ള നീരാഴിയിൽ നിന്ന് കുളിച്ചു വന്ന് വിഷ്ണു ഭഗവാനെ ഭജിക്കത്തക്ക വിധമാണ് ഇത് ആലയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാജാവ് ഇവിടെ വന്നിട്ട് ഒരു കുളമുണ്ടല്ലോ, ഈ കുളത്തിൽ വന്നിട്ട് കുളിച്ചിട്ട് ഇവിടെ ഈ കുളവാ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും രാജാവ്. ഈ കുളത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് രാജാവ് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു വിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചുമർ ചിത്രമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെത്ര 154 ചതുരശ്രടി വിസ്തീർണം ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ അത്ഭുതം തന്നെയാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. എന്ത് കല്ലാണെന്ന് എനിക്ക് മനസ്സിലാകും. ഒരു പീഠമാണിത്. ഇത് വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു പീഠമായി നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഉണ്ടോ പീഠം? ഇതിങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പൂജിക്കാൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്നൊരു പീഠമാണ്. ഇത് സുന്ദരവിലാസം കൊട്ടാരം എന്ന് പറയും. കോട്ടയ്ക്കകം സുന്ദരവിലാസം പാലസ് ഫോർട്ട്. അത് ഇതിനൊരു മാതൃകയാണ് ഇത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മുകളിലോട്ടൊരു പടിയുണ്ട്. അടുത്ത ആ പടി കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഇത് മച്ചിൻ പുറത്താണ്. അവിടെയാണ് കുറേ കാര്യങ്ങളുള്ളത്. അപ്പം നമുക്കിനി പടി കയറി മുകളിലോട്ട് പോകാം. കയറിയിട്ട് വരാം. ഇങ്ങനെ കയറി പോവാം. ഇവിടെ കയറി ഭയങ്കര പാടായി. ഇച്ചിരി കാലം വെച്ച് എല്ലാവർക്കൊന്നും പറ്റത്തില്ല കയറാനേ. തലയിടിക്കാതെ വേണം കയറി പോകണ്ട. കണ്ടോ ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൊട്ടാരത്തെ ഫ്രണ്ട് വശം കാണാൻ പറ്റും. കണ്ടോ എന്ത് മനോഹരമായ ദൃശ്യമാണ് ഫ്രണ്ട് കാഴ്ച. കണ്ടോ പണ്ട് രാജ്ഞിയൊക്കെ ഇവിടെ വന്നിരുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാജ്യമല്ല ഈ സ്ഥലങ്ങൾ മൊത്തം ഇങ്ങനെ രാജ്ഞി കാണാം. ഇവിടെ നല്ല കാറ്റുണ്ട് എപ്പോഴും. ഇങ്ങനെ കുറേ നേരം സ്വസ്ഥമായിട്ടിരിക്കും. കണ്ടോ നല്ല കാറ്റുമായിട്ട്. കണ്ടോ എന്തോ നല്ല മനോഹരം. ഇങ്ങനെ നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് മതി. സമാധാനമായിട്ട് ഇങ്ങനെ കൊട്ടാരത്തിലിങ്ങനെ ഇതൊക്കെ നമ്മുടെ കൊട്ടാരമായിരുന്നെങ്കിൽ രാജാവായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് കുറേ നേരമൊക്കെ നമുക്കിങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കണ്ട് ഈ കുളമൊക്കെ കണ്ട് ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ എല്ലാവരും ഇഷ്ടമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പീസാകുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാറ്റും കൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും മനോഹരമായിട്ട് കണ്ടോ ഈ കുളം തന്നെ എത്ര മനോഹരമാണ്. അവിടുത്തെ കാഴ്ചകളുമെല്ലാം ഉണ്ടോ. അടുത്തൊരു നമ്മൾ നേരത്തെ കയറി വന്ന് കണ്ടാൽ ഒരു നടുമുറ്റമുണ്ട്. അവിടെ ഒരു നടുമുറ്റമുണ്ട്, വലിയ നടുമുറ്റം കണ്ടോ. ഇനി നമ്മൾ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്തൊക്കെ അല്ലേ ഈ ബാത്റൂമൊക്കെ വന്ന്. അപ്പോൾ അന്നൊക്കെ രാജാക്കന്മാരൊക്കെ ഈ വാഷ്റൂമിലൊക്കെ എങ്ങനെ പോകുമെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നും. ഇവിടെ അങ്ങനെ രാജാവിൻ്റെ ഒരു വാഷ്റൂം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് രാജാവിൻ്റെ വാഷ്റൂം. കണ്ടോ വാഷ്റൂം കണ്ടോ. ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ഈ വാഷ്റൂമിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ടാങ്ക് സിസ്റ്റം. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കണ്ടോ ഇതിലേ അങ്ങ് പോവും. അതോ ഇതിൻ്റെ പടിയാണോന്ന് അറിയത്തില്ല. കണ്ടോ ഇവിടെയുണ്ട് നടുമുറ്റമല്ല, ഇവിടെ നല്ലൊരു രസമുണ്ട്. കണ്ടോ ഒരു ബാത്റൂം, രാജാവിൻ്റെ ബാത്റൂമിൽ കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കണ്ടോ രാജാവിൻ്റെ ബാത്റൂമിലോട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്.
ഓക്കെ. രാജാവിൻ്റെ ബാത്റൂമിൽ ഇങ്ങനെ ഇവിടെ രാജാവ് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരുന്നു. ഇവിടെയും രാജാവ് കാര്യമില്ല സാധിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും. നല്ലൊരു സ്വസ്ഥമായിട്ട് ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. ഇപ്പോൾ അടുത്ത വീടൊക്കെ വന്നെന്ന് തോന്നുന്നു. കണ്ടോ, കുറേ വീടൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാം. ഉണ്ടോ, ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ആനന്ദിച്ചിരിക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ ഇരിക്കാം സുഖമായിട്ട്. കണ്ടോ, മനോഹരമായിട്ടിരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഈ ഇതെന്തുവാ ഒരു കിളിവാതിൽ പോലെ കിളിവാതിലിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ രാജ്യമൊക്കെ നോക്കി സ്വസ്ഥമായിട്ട് രാജാവിന് രാജ്ഞിക്കൊക്കെ ഇരിക്കുക. ഞാൻ താഴോട്ട് ഈ മച്ചിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അതൊരു വലിയ കടമ്പയാണ്. എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. വീഴുമോ ഇനി? പേടിയുണ്ട് എനിക്ക്. സത്യത്തിലൊരു വലിയ പേടി എനിക്കുണ്ട്. താഴോട്ട് വീഴുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ പെയ്യെ ഇറങ്ങട്ടെ. താഴോട്ട് ഇറങ്ങാം. എന്താ താഴോട്ട് ഇറങ്ങാം. ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെയാണ് താഴോട്ട് ഇറങ്ങാം. താഴോട്ടിറങ്ങി. ഇനി ഇവിടെ വേറെന്തുണ്ട്? ഗജേന്ദ്രൻ മോശമല്ലാതെ വേറെ എൻട്രൻസാണ്. കയറി ചെല്ലുമ്പോൾ ഇവിടെ തന്നെ നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്തിനകത്ത് ഒരു മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓഫീസാണ് പറഞ്ഞത്. അടുക്കള. ഇനി നമ്മൾ കയറി ചെല്ലുന്ന അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ വിവിധ തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് പണ്ടത്തെ പാത്രങ്ങളാണ്. ഇവിടുത്തെ രാജകുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേകതരം പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, കുറേ കാലങ്ങൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും നമ്മുടെ വീടുകളിൽ പോലും ഇത് കാണാനില്ല. പണ്ടുള്ള വീടുകളിൽ കണ്ടിട്ടുള്ള വലിയ ഇത്രയും വലിയ ചേർപ്പിലൊക്കെ നമ്മുടെ ആഹാരങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നത് വെച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, വെള്ളമൊക്കെ സംഭരിപ്പിച്ച ഒരു പാത്രങ്ങളായി കാണുന്നതൊക്കെ. കണ്ടോ, എന്ത് വലിയ അടുക്കള! ഇത്രയും വലിയ അടുക്കളയിലായിരുന്നു പണ്ട് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, ഇതിലരച്ചാണ് പണ്ട് സാധനങ്ങളെല്ലാം ഈ സാധനങ്ങളെല്ലാം അരച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അരിയും അങ്ങനെയുള്ള. കണ്ടോ, പണ്ട് ഇവിടെ നിന്ന് അരച്ചായിരുന്നു. എന്ത് ആരോഗ്യമുള്ള ആളുകളായിരുന്നു പണ്ട് ഇങ്ങനെയൊക്കെ അരച്ച് കഴിക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മൾ മിക്സിയല്ലേ. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരി ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. കിണർ കണ്ടോ, ഈ കിണറ്റിൽ നിന്നാണ് പാചകക്കാർ വെള്ളം കോരി പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് മനോഹരമായ സ്ഥലം. കണ്ടോ, ഇതിൻ്റെ മേച്ചുംപുറമൊക്കെ കണ്ടോ. ഇവിടെ കുറേ എത്ര പാചകക്കാരെ ഇന്ന് പാചകം ചെയ്തുകൊണ്ട് ഇവിടെ എത്ര മനോഹരമായ സ്ഥലങ്ങളായതുകൊണ്ടോ. പണ്ട് ഇന്നൊക്കെ ഇത് കാണാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു അടുക്കള കാണാൻ തന്നെ പാടായിരിക്കും. കാരണം അടുക്കള എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അടുക്കള നമുക്ക് ഇല്ല. കാരണം ഇന്ന് എല്ലാവർക്കും ചെറിയൊരു അടുക്കളയൊക്കെയാണ്. ചെറിയ അടുക്കളയിൽ തന്നെ ഇങ്ങനത്തെ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പലർക്കും കാണാൻ കിട്ടില്ല. അതിന് ഇന്ന് മിക്സിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് ഇതുപോലത്തെ മൺപാത്രങ്ങൾ പോലും പലരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും രോഗങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് പല രോഗങ്ങളാണ്. അന്നുള്ള തലമുറയ്ക്ക് അത്രയും രോഗങ്ങളില്ലെന്നാണ് നമുക്ക് പുതിയ. അവർ നല്ല ആരോഗ്യവാന്മാരാണ്. ഇന്ന് പലർക്കും പല രോഗങ്ങളുമാണ്. എന്തായാലും മനോഹരമായ സ്ഥലം. ഞാൻ ഇവിടുത്തെ ഇറങ്ങട്ടെ. ഇനിയൊരു എൻട്രൻസാണ് എൻ്റെ. ആ പാചകപ്പുരയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിന് ഫ്രണ്ടിൽ കണ്ടോ നമ്മുടെ മറ്റേ കിണറൊക്കെ. ഇവിടെ കുറേ ചെടികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഈ അടുക്കള കണ്ടോ, അടുക്കളയിൽ ആ കിണറായി കാണുന്നത്. കണ്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ വ്യൂ ആണ് ഈ കാണുന്നത്. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും മറ്റേ നമ്മളിരുന്ന മുകളിലത്തെ ആ ഒരു മച്ചാണത്. മച്ചിൻ്റെ പുറത്തിരുന്ന് കിളിവാതിക്കൂടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് രാജകൊട്ടാരമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. കണ്ടോ,
എന്തായാലും ഞാൻ ഇങ്ങോട്ട് അടുക്കളയിൽ കൂടെ തന്നെ കയറുകയാണ്. അടുക്കളയുടെ ആ ഉമ്മറത്തൂടെ കയറി ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. രാജകൊട്ടാരം അതുപോലെ തന്നെ ഈ രാജകൊട്ടാരമൊക്കെ ഇനി നമ്മുടെ പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് അതൊക്കെ മിസ് ചെയ്യും. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്താ ഇവിടെ എന്തോ ഒരു പെയിൻറ്റിങ് ഉണ്ടല്ലോ, ചുമർ ചിത്രമുണ്ട്. ഇവിടെ എല്ലാം മിക്കവാറും ഈ ഗജേന്ദ്ര മോശം പോയാൽ ഇവിടെ പലയിടത്തും ചുമർ ചിത്രങ്ങൾ വരച്ചു. ഇതൊക്കെ ഒരുമാതിരി ഒരു പെയിൻറ്റ് ഒരുപാട് ഇലയുടെ ചെടികൾ കൊണ്ടുണ്ട് വരച്ചതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒത്തിരി പഴക്കമുണ്ട് ഇതിന്. ഉണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ട് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം. കണ്ടാ ഞാൻ ഒരുവിധം എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ എൻട്രൻസും എല്ലാം ഒന്ന് നോക്കി ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങുകയാണ്. സത്യത്തിൽ ഇത് വലിയ രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും പലതും പണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. മനസ്സിലായോ? വീട്ടിയ എന്തായാലും ഞാനത് കണ്ടിപ്പോൾ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലെത്തി. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നല്ലൊരു ഏറ്റവും നടുമുറ്റവും ഇല്ല, നല്ല മനോഹരമുണ്ട്. ഇതണ്ട ഇവിടെ എല്ലാം ഗാർഡനുണ്ട്. ഗാർഡൻ്റെ എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രൻസും എല്ലാ ഭാഗങ്ങളും ഉണ്ട്. കണ്ടോ? എന്തായാലും 200 രൂപ എൻ്റെ കയ്യിൽ ടിക്കറ്റ് മേടിച്ചേ, 35 രൂപ അല്ലാതെ മേടിച്ചിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി. എന്തായാലും വർത്താണ്, കുഴപ്പമില്ല. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം, ചെറിയൊരു കൊട്ടാരം കണ്ടില്ലേ? ഫസ്റ്റ് ആയിട്ട് കണ്ടില്ലേ? എന്തായാലും ഇവിടെ ഒരു ഗാർഡനുണ്ട്. ഈ ഗാർഡനിലൊക്കെ നമുക്ക് ഇരിക്കാം. കേട്ടോ, കൊട്ടാരത്തിൻ്റെ നടുമുറ്റ, കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഫ്രണ്ട് കണ്ടോ? എന്തായാലും നമുക്ക് ഈ നടുമുറ്റത്തിലൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ കാഴ്ചകളുണ്ട്. കണ്ടോ? ഇവിടെ ഒരു വലിയ ഇപ്പോഴുണ്ടാക്കിയ നല്ല മനോഹരമായിട്ടൊരു ഇതുണ്ടോ, ഒരു വിഗ്രഹം. അതൊക്കെ ഇതിനടുത്ത് ഇവിടെയൊക്കെ എന്താ കുളമാണോ? ഒരു കുളമൊക്കെ ഉണ്ട്. മീനുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ? ഇത് സുഖമായിട്ട് നല്ല കാറ്റാണ് ഇവിടെ. കണ്ടോ? വലിയ മരങ്ങളും. അടിപൊളി. ഒരാൾക്ക് വന്ന് ഇവിടെ ഓണമൊക്കെ ആകുമ്പോൾ വന്ന് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. സുഖമായിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് പോവുക. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? ഇവിടെ നല്ല ടോയ്ലറ്റുകളും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ വന്ന് കുറച്ച് നേരം നമുക്ക് സമാധാനം, വലുത് ഹിസ്റ്റോറിക്കലായിട്ട് കാണാൻ പറ്റുന്നവരും കുറച്ച് നേരം പീസ് ചെയ്യാൻ ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് കാണാം. അല്ലാതെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലവർക്ക് മടുപ്പ് തോന്നും. കാരണം മടുപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ജസ്റ്റ് ഒരു കൊട്ടാരമല്ലേ, നമ്മളെപ്പോഴത്തെ ചില ആളുകൾക്കൊന്നും അത് പറ്റത്തില്ല. ചിലവർക്ക് നല്ല മനസ്സമായിട്ട് പീസായിട്ട് വന്ന് ഇവിടെ നിന്ന് കാര്യമൊക്കെ പറയാം. അത് കുറേ ഒരു നല്ല സ്ഥലമായത്. ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ബുദ്ധൻ്റെ പ്രതിമ എന്ന് പറയുമ്പോഴത്തേക്കും ബുദ്ധ മണ്ഡപത്തിൽ കയറി ഇരുന്ന് ഫോട്ടോ വീഡിയോ എന്നിവ പുറത്ത് ശിക്ഷാർഹം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടോ എടാ, അടിപൊളിയായിട്ടൊരു ബുദ്ധൻ്റെ ഫോട്ടോ ഉണ്ട്. ഉണ്ടോ? കണ്ടോ? ബുദ്ധൻ ധ്യാനാവസ്ഥയിലിരിക്കുന്നൊരു നല്ല ഫോട്ടോ, ഒരു വീഡിയോ കാണുന്നുണ്ട്. ഒരു വിഗ്രഹം തന്നെ എന്ത് മനോഹരമായിട്ടാണ് അവർ കൊത്തി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ ചുറ്റും മനോഹരമായിട്ടൊരു വീടൊക്കെ എന്ത് മനോഹരമായിട്ടാണ്. എല്ലാവരും നമ്മുടെ കേരള ആർക്കിയോളജി ഓഫ് ഇന്ത്യയെ കളിയാക്കുന്നുണ്ട് പലരും. ഇത് കൊള്ളില്ല, അവർക്കൊന്നും കൊള്ളില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും കൃഷ്ണപുരം കൊട്ടാരം എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ? നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് കാണാൻ വേണ്ടി പോവുക. കണ്ടോ? ചുറ്റും ഇങ്ങനെ കണ്ട് നമ്മളിതിൻ്റെ ചുറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മളവിടെ മുകളിൽ നിന്ന് കണ്ടായിരുന്നു, വാഷ്റൂമിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിയുള്ളതായിട്ട്. ഇതാ കുളത്തിലോട്ടൊന്ന് വഴി, അത് കണ്ടോ? കണ്ടോ? കുളത്തിലോട്ടുള്ള വഴി ഇതണ്ട. എത്ര മനോഹരമായിട്ട് അവർ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കാം.
വെച്ചിട്ടിരുന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിലൊരു വഴിയുണ്ട്. അത്ര മതി. നമ്മൾ കണ്ട വാഷ്റൂമാണ് രാജാവിൻ്റെ. കേട്ടോ ഈ വാഷ്റൂമിൽ കൂടെ അതിൻ്റെ മുകളിലൊക്കെ അവിടെ ആളുകളിലുണ്ട്. ഇത് സ്റ്റാഫിൻ്റെ കാര്യമൊന്നും പറയണ്ട. സ്റ്റാഫ് അടിപൊളിയായിട്ടാണ് നമ്മളെ എല്ലാം പറഞ്ഞൊക്കെ തരുന്നത്. സ്റ്റാഫിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിത് എങ്ങനെ കാണിക്കണമെന്ന് അവർ പറഞ്ഞു തരും. നല്ല എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ അവർ ഇതുവരെ ഇപ്പോൾ നല്ല മര്യാദയ്ക്ക് എല്ലാ കാര്യവും പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നു. കൂടാണെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. എന്തായാലും കൊള്ളാം. ഇത് നമ്മൾ കുളത്തിലോട്ട് പോകുന്നേ വഴിയാണ്. കുളത്തിൽ ഞാൻ കുറച്ച് നേരം ആ കുളത്തിൻ്റെ അവിടെ ഇരിക്കാമെന്നിങ്ങനെ വെച്ചു. കാരണം അത് ഇറങ്ങി കയറി ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ കുളമാണ്. കണ്ടോ കുളം കണ്ടോ? ഈ കുളത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് കുളമൊക്കെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ കുളത്തിൻ്റെ എനിക്കൊന്ന് അടിയിൽ കൂടെ ആയിരിക്കും ഈ കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അവിടെയെല്ലാം അടച്ചു വെച്ചിരിക്കുക. കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ പണ്ടൊക്കെ കുളിക്കുന്ന ഇവിടെ ആയിരിക്കും, കുളത്തിലായിരിക്കും രാജാവും രാജ്ഞിയൊക്കെ അവിടെ നിന്നല്ലേ കുളിച്ചിറങ്ങി മറ്റേ ഗജേന്ദ്രമോക്ഷം ചിത്രത്തിൽ തൊഴാനൊക്കെ രാജാവ് വരുന്നത്. അപ്പോൾ രാജ്ഞിയെ കാണാതിരിക്കാനായിരിക്കും അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്ന് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം കണ്ടോ നല്ല കാറ്റാണ്. നിങ്ങൾക്ക് കുറച്ച് നേരം വന്ന് ഇവിടെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 200 രൂപയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ 35 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം. 1 മണി തൊട്ട് 10 മണി തൊട്ട് 1 മണി വരെയും പിന്നെ 1 മണി തൊട്ട് 2 മണിയും 4 മണി വരെ 2 തൊട്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണ സെലിബ്രേഷൻ നടത്താമെന്ന് എനിക്കറിയത്തില്ല. അല്ല ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഞാൻ ഇവിടെ കണ്ടു കുറേ പേര് കല്യാണത്തിനുള്ള അങ്ങനെയൊക്കെയുള്ള സൗകര്യം അവർ ഒപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും. എന്തായാലും നല്ലൊരു കാര്യമുണ്ട്. ഇവിടെ നഗരസഭയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കായംകുളം നഗരസഭ മാലിന്യം വലിച്ചെറിയരുതെന്നൊക്കെ, വലിച്ചെറിഞ്ഞാൽ 500 രൂപ പിഴയൊക്കെ കിട്ടുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ മാന്യമായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഈ കൊട്ടാരം. നമുക്കിവിടെ കണ്ടോ? എനിക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ? എന്ത് മനോഹരമായ സ്ഥലമാണ് ഇതല്ലേ. നമ്മുടെ മൂലയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൊട്ടാരത്തിൻ്റെ കണ്ടോ ആ കിളിവാതിൽ കൂടെയൊക്കെ നമുക്ക് കണ്ടത് നേരത്തെ. എന്ത് മനോഹരമായിട്ടാണ് അവർ ആ കിളിവാതിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ ഉണ്ടാക്കി വെച്ചു. ഇതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റ് ഭയങ്കര ഒരു വാസ്തുശൈലി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കഴിവ് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുളമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയോണം അല്ല, നേരത്തെ ഉണ്ടാക്കിയതായിരിക്കും. രാജാവ് തന്നെ ഉണ്ടാക്കിയതായിരിക്കും കുളവും. കണ്ടോ ഇവിടെയൊക്കെ ചെടികളെല്ലാം വെച്ച് നമ്മുടെ പുരാതന മ്യൂസിയം എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്തായാലും ഞാനിന്ന് അങ്ങോട്ടൊക്കെ നടക്കട്ടെ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊട്ടാരത്തിൻ്റെ കണ്ടോ ആ കിളിവാതിൽ കൂടെയൊക്കെ നമുക്ക് കണ്ടത് നേരത്തെ. എന്ത് മനോഹരമായിട്ടാണ് അവർ ആ കിളിവാതിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ ഉണ്ടാക്കി വെച്ചു. ഇതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റ് ഭയങ്കര ഒരു വാസ്തുശൈലി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കഴിവ് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുളമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയോണം അല്ല, നേരത്തെ ഉണ്ടാക്കിയതായിരിക്കും. രാജാവ് തന്നെ ഉണ്ടാക്കിയതായിരിക്കും കുളവും. കണ്ടോ ഇവിടെയൊക്കെ ചെടികളെല്ലാം വെച്ച് നമ്മുടെ പുരാതന മ്യൂസിയം എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്തായാലും ഞാനിന്ന് അങ്ങോട്ടൊക്കെ നടക്കട്ടെ. നല്ല മനോഹരമായിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. എന്താ ഇത്ര മനോഹരമായിട്ടാണ് നടക്കാൻ പറ്റുന്നത്. എന്താ ഇങ്ങനെ കുറച്ച് നേരം നടന്ന് ഇവിടെ വന്നിരിക്കാം. നല്ല ചെടികളും വേണ്ട ഇവിടെയൊക്കെ നല്ലപോലെ ഇപ്പോൾ കെട്ടി അവർ മനോഹരമായിട്ട് ഗവൺമെൻറ് സംരക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൊണ്ട് രാവിലെക്കാളും കുറച്ച് വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ വരുമ്പോഴായിരിക്കും നല്ലത്. കാരണം ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുക. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഒത്തിരി ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പലരും ഇവിടെ വന്ന് ഇരിക്കുമായിരിക്കും. അവരിവിടെയൊക്കെ വന്ന് കണ്ട് ഇവിടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുമായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള നമ്മൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മൾ ഇതിനെയൊക്കെ പല വിദേശങ്ങളിലോട്ടും ഫോറിനേഴ്സിനെയൊക്കെ ഇത് അറിയിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവരെ നമ്മുടെ പൈസ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് നല്ലൊരു പൈസയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കൊട്ടാരം, അതുപോലെ തന്നെ കൊട്ടാരം നവീകരിക്കാനുള്ള ഇത് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാനുള്ളൊരു
രീതിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വലിയ കടമയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളിവിടെ വന്ന് നോക്കുക. കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഈ വ്ളോഗ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് അവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതല്ല. കണ്ടോ, എല്ലാം തറയൊക്കെ പാകിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ലപോലെ പാകി അവർ വെച്ചിട്ടുണ്ട് നടന്നു പോകാനും. അതുപോലെ തന്നെ കുളങ്ങളും, അതുപോലെ തന്നെ കണ്ട കുളത്തിൻ്റെ അടുത്തൊക്കെ എന്ത് മനോഹരമായിട്ടൊരു കുളമൊക്കെ വൃത്തിയാക്കി അവർ വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ കുളമൊന്നും ഇങ്ങനെ നിൽക്കത്തില്ല. നല്ല മനോഹരമായിട്ട് അവർ ഈ കുളമൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അധികം പേരില്ല. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ട് പലരും കാണത്തില്ല. എന്നാലും ആളുകളുണ്ട്. ഈ സൺഡേ അങ്ങനെയുള്ള ഹോളിഡേയ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ ഇഷ്ടംപോലെ വരും. പക്ഷേ തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. അതായത് എല്ലാ ഇതുപോലെ ചരിത്ര സ്മാരകങ്ങളും തിങ്കളാഴ്ച ഹോളിഡേ ആണല്ലോ. അപ്പോൾ തിങ്കൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തുറന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ 35 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് എൻട്രി. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി 200 രൂപ പിടിച്ച്, അതുപോലെ തന്നെ അല്ലാതെ കയറാൻ 35 രൂപ പിടിച്ചിട്ടുണ്ട്. അത് വലിയ പൈസ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു കാര്യം കാണിച്ച് കൊടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമല്ല. നമ്മൾ കൊടുക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെ പൈസ. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ, നമ്മുടെ രാജ്യത്തിലെ ഒരു പൈതൃക സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ. അപ്പം നമ്മളിതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളാണ്, ഇനി വരുന്ന തലമുറകളാണ് ഇതൊക്കെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ സംരക്ഷിക്കാൻ അതിനുള്ള സപ്പോർട്ട് നമ്മൾ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ വീണ്ടും ഇതിന് വേണ്ടി ഇറങ്ങും, നല്ല നല്ല വീഡിയോസ് എല്ലാം കാണിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നു. കാരണം അല്ലാതെ ഒന്നും കാണണ്ട, നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നു. കാരണം എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഈ യാത്ര കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ